Hello. Welcome to market discussion of the day. Today, October 29, 2025. വെനസ്ഡേ ആണ്. സോ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് ഒരു വർഷം ആവുകയാണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ 28 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി താങ്ക് യു ഓൾ ഓഫ് യു, താങ്ക് യു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ ചാനൽ ഭയങ്കര വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പക്ഷെ കുഴപ്പമില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ അല്ലെ അതിലേക്കാട്ടിലും നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടായതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു ഓൾ ഓഫ് യു വൺസ് അഗെയിൻ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമ്മൾ ഇന്ന് മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ്. കാരണം ഇന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഒരു തീരുമാനം വരുന്നത് 6 മണിക്കാണ്. UK ടൈമിംഗ് 6 മണിക്കാണ്, ഇന്ത്യൻ ടൈമിംഗ് 11:30 മണിക്കാണ് ആ ഒരു ന്യൂസ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞ വട്ടം റേറ്റ് വെട്ടി കുറച്ചിട്ടുണ്ടായിരുന്നു. ഈ വട്ടം കുറയ്ക്കുമോ ഇല്ലയോ എന്നറിയില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കുറയ്ക്കണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ആയി തീരുമോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അതിനുശേഷം FOMC പ്രസ് കോൺഫറൻസിനാണ് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ കഴിഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച സമയത്ത്, അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത് ഗോൾഡിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒറ്റ മിനിറ്റിലൊക്കെ $50 മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാൻഡിലൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ $50 മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനത്തുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്ന ദിവസമാണ് ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് ഒരു 6 മണിക്ക് ശേഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, സ്റ്റക്കായി പോവാതിരിക്കുക. ഓൾറെഡി ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുക വെയിറ്റ് ചെയ്ത് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ, പക്ഷേ ഇല്ലാത്ത പക്ഷം അത് ഹെഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ന്യൂസ് വരുന്നുണ്ട്. നമുക്കറിയാം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്മോഡിറ്റീസിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ന്യൂസുമാണ്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയും ചെയ്യണം. ഉച്ചയ്ക്ക് 2:30 മണി UK ടൈമിങ്ങിനാണ് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത്. നാളത്തെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, വെളുപ്പാങ്കാലത്താണ്. ഇന്ന് രാത്രി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജപ്പാനിൽ JPYയിൽ എന്തെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം രാവിലെ 6:30 മണി UK ടൈമിങ്ങിന് നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസും 7 മണിക്ക് യൂറോയിൽ നിന്ന് GDPയുടെ അനൗൺസ്മെൻറ്റും ഉണ്ടാവും. ഓക്കെ, സോ യൂറോയിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് 1:30 മണിക്ക് 12:30 മണിക്ക്, ഇവിടെ സമയം മാറി കേട്ടോ. നേരത്തെ ഇന്ത്യയായിട്ട് 4.5 മണിക്കൂറത്തെ വ്യത്യാസമായിരുന്നു. ഈ ആഴ്ച മുതൽ 5.5 മണിക്കൂറത്തെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. സോ 12:30 മണിക്കാണ് UK ടൈമിംഗ് GDP അനൗൺസ്മെൻറ്റ് ഉണ്ടാവുന്നത്. സോ ഞാൻ ഇവിടെ പറയുന്ന ന്യൂസിൻ്റെ ടൈമിങ്ങിനകത്തുനിന്ന് 5.5 മണിക്കൂർ ഫ്രണ്ടിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എക്കണോമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണോ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ടൈമിംഗ് കാണിക്കുകയും ചെയ്യും. 12:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ECB ഇൻട്രസ്റ്റ് റേറ്റ് 1:15 ECBയുടെ ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂറോയിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഓക്കെ, ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട് 3:15. സോ ബേസിക്കലി JPY അതേപോലെ ഗോൾഡ്, യൂറോ, ഈ 3 സംഭവങ്ങളിൽ നിന്നും ഇന്ന് വൈകുന്നേരത്തിന് മുന്നേയായിട്ട് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, അതേപോലെ JPYയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നാളെ UK ടൈമിംഗ് 11:50. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ് എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, മറ്റന്നാൾ നമുക്ക് ഫ്രൈഡേ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചൈന US തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഡീൽ നടക്കുമോ ഇല്ലയോ, ഓൾറെഡി അതൊരു ധാരണയായി. അതൊരു ഒഫീഷ്യലി അങ്ങനെ ട്രേഡ് ഡീൽ വരണം എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. അങ്ങനെയൊക്കെ ഡീല് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ പ്രൈസിൽ വലിയ ഒരു താഴ്ചയും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ,
സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് റണ്ണിങ്ങിലാണ്. അടുത്ത തിങ്കളാഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഫ്രീ എനിക്ക് ഉള്ളൊരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക, വെറുതെ മെസ്സേജ് അയക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. സോ ബേസിക്കലി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഒരുപാട് ആൾക്കാർ നമ്മളുടെ എന്താ പറയുക, പുതിയ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ട് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് കുറേ ആൾക്കാർ ബ്രോക്കർ ഏതാ യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ലൈറ്റ് പോയി, ഇവിടെ നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ലൈറ്റ് പോകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലേ. സോ ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നമ്മൾ അനങ്ങാതിരിക്കുമ്പം ലൈറ്റ് കട്ടാവും. അപ്പം ഞാൻ അനങ്ങണം, അപ്പം ലൈറ്റ് വീണ്ടും ഓൺ ആവും. സോ ബേസിക്കലി ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ ഞാനത് എന്താ പറയുക, കുറേ ബ്രോക്കേഴ്സ് യൂസ് ചെയ്തു. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ബ്രോക്കർ ഇതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മളൊരു ബ്രോക്കറിനെ വെച്ച് നോക്കാൻ നേരത്ത് റെഗുലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമ്മൾ സ്റ്റാർ ട്രേഡർ എടുത്തു കഴിഞ്ഞാൽ UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷൻ, UAE ബേസ് ചെയ്തിട്ടുള്ള SCയുടെ റെഗുലേഷനും, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് $100,000 വരെ ലോയ്ഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UKയുടെ നമ്പർ 1 ബാങ്കാണ്, അവർ ഇൻഷുറും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈവൻ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലും നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ബോണസും തരുന്നുണ്ട്. UK അല്ലെങ്കിൽ യൂറോപ്യൻ കസ്റ്റമേഴ്സിന് ആദ്യത്തെ $1,000 100% ബോണസും, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും അവർ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ്, അതായത് പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും 20% ബോണസ് അവർ തരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഇന്ത്യൻ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ $500 50% ബോണസാണ് തരുന്നത്. അതിൻ്റെ കൂടെ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20%, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ആപ്പ് ത്രൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റെഫറൻസ് കോഡും ഉണ്ടാവും. ദുബായ് ക്ലയൻസിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം വേറൊരു ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്, അത് നോക്കി എടുത്താൽ മതിയാവും. ദുബായിലെ UAE ക്ലയൻസിന്. ഓക്കെ, അത് നോക്കി എടുത്താൽ മതിയാവും എന്നുള്ള കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ടെക്നിക്കൽ സൈഡ് നമുക്ക് എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. JPY നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, JPY നമുക്ക് 152 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 152 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 151.40 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. ഓൾറെഡി അവർ പ്രോഫിറ്റിലാണ്, ഓൾമോസ്റ്റ് ഒരു 300 പിപ്പിൻ്റെ പ്രോഫിറ്റിൽ നിൽക്കുകയാണ് 152 അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ. ഓക്കെ, സോ വീണ്ടും നമുക്ക് 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ബൈ ചെയ്യാൻ വേണം എന്നുള്ള ആൾക്കാർക്ക്, അത് മിസ്സായി പോയിട്ടുള്ള ആൾക്കാർക്ക് 152 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ അതിനുശേഷം ജാപ്പനീസ് യെന്നിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അർദ്ധരാത്രി വരുന്നുണ്ട്, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും ഇന്ത്യൻ ടൈമിങ്ങിൽ വരുന്നത്. സോ 152 ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് 151.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെക്കണം. ഒരു കോംപ്രമൈസും ചെയ്യാതെ അത് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പം 1.16282 നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു 1.16 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നലെയും 1.16 അടുത്ത് വന്നിട്ടില്ല, 1.16250 വരെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഇന്ന് മിക്കവാറും 1.1600 അവിടെ വരും. ഓക്കെ, പക്ഷെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1600 അവിടുന്ന് ഹാഫ് പ്രൈസ്, അതായത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പകുതി ലോട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബാക്കി നമുക്ക് 1.15 അവിടുന്ന് വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് വൈഡായിട്ട് വെക്കേണ്ടി വരും. 1.14
4.0 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളതാണ് യൂറോയിലുള്ള എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മളുടെ GBP വരുമ്പം 1.3200 അവിടെ വരുന്നു. 1.3300 ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. 1.3300 മെനഞ്ഞാന്ന് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 70 പിപ്സിന്റെ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുള്ള ആൾക്കാരുടെ കാര്യം നല്ല കാര്യം. സോ ഞാനൊന്നും എടുത്ത് മാറിയില്ല. എനിക്ക് സ്റ്റോപ്പ് ലോസ് ഞാൻ അത് 1.3240 അവിടെ ഞാൻ ഹെഡ്ജ് ഇട്ടിട്ടാണുള്ളത്. സോ അടുത്ത സപ്പോർട്ട് സോൺ വരുന്ന സമയത്ത് ഞാനത് അതനുസരിച്ചിട്ട് മാറുകയോ അല്ലെങ്കിൽ പൊസിഷൻ മൊത്തം കട്ട് ചെയ്ത് കളയുകയോ ചെയ്യും അതിനനുസരിച്ചിട്ട്. കാരണം GBP അപ് ട്രെൻഡ് ആയതുകൊണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ ഈ ഹെഡ്ജിങ് മെത്തേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. കാരണം നമുക്കത് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും കൂടുതൽ ലോസിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ളൊരു സപ്പോർട്ട് സോണൊക്കെ അറിയാവുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഹെഡ്ജ് ചെയ്തിട്ടുള്ളത്. സോ ഹെഡ്ജ് എന്ന് പറയുന്ന സംഭവം ഗോൾഡിൽ പോയി ചെയ്യരുത് ഹെഡ്ജ് കേട്ടോ. കാരണം ഗോൾഡ് വല്ലാത്ത പണി തരും. പക്ഷേ ഈ GBP ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ എന്താ പറയുക, അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ എവിടെ വരെയൊക്കെ പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്നത് കൊണ്ടിട്ട് ഹെഡ്ജ് ചെയ്യുന്നത് മാത്രമാണ്. ഒരു കാരണവശാലും ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ ഹെഡ്ജിങ് മെത്തേഡ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഹെഡ്ജ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തായി തീരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBP പറയാനായിട്ടുള്ളത്. 1.3210 ഇപ്പോൾ നിൽക്കുന്നു. ഇവിടെയും ബൈയിങ് പോയിന്റ് ആണ്. 1.3200 അവിടെയും ബൈയിങ് പോയിന്റ് ആണ്. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അടുത്ത 4 hour ക്യാൻഡിൽ അല്ലെങ്കിൽ അടുത്ത മാർക്കറ്റ് ഓപ്പണിംഗ് വരെ എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. മാർക്കറ്റ് കാരണം പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല GBP ഇപ്പോൾ താഴോട്ട് പോകാനായിട്ട്. കാരണം ഇന്നലെ GBP ഒരു ന്യൂസ് പോലും ഇല്ലായിരുന്നു. യൂറോ അനങ്ങിയിട്ടില്ല. ഓക്കെ, യൂറോ ഇന്നലെ മുകളിൽ തന്നെ 1.1600 മുകളിൽ തന്നെയായിരുന്നു. കാരണം യൂറോയ്ക്കും GBPക്കും ഒക്കെ ഒരേ സ്വഭാവമാണ്. പക്ഷെ എന്തുകൊണ്ട് താഴോട്ട് വന്നു എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് അറിയില്ല. പ്രൈസ് റിജക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം, അറിയില്ല. പക്ഷേ മാർക്കറ്റ് എന്തായാലും താഴോട്ട് പോയി. കഴിഞ്ഞ വട്ടം മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് പോയപ്പോൾ 1.3140 1.3140 വരെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്യാൻഡിൽ ബോഡി ഫോം ചെയ്തത് 1 hour ക്യാൻഡിൽ ബോഡി ഫോം ചെയ്ത് 1.3160 വരെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് അവിടെ വരെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, താഴോട്ട് പോകുന്നത്. അവിടുന്ന് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ ഉറപ്പായിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോവുകയും 1.300 അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്നെടുത്ത് ഞാൻ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. വേണം എന്നുള്ള ആൾക്കാർക്ക് ഇപ്പോഴേ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3 നേരത്തെ പോയിട്ടുള്ള ലോയുടെ താഴെ 1.3140 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് പോകാം. ഗോൾഡ് ആശാൻ 4007 നിൽക്കുന്നു. ഇന്നലെയൊക്കെ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയി 3898 വരെ മാർക്കറ്റ് 3898 വരെ ക്യാൻഡിൽ ഫോം ചെയ്തു. 3888 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, സോ ഗോൾഡിൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഞാൻ വെറുതെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ എന്തായാലും ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കുന്നതുമില്ല. ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. ഫെഡ് ചെയർ പവലിന് മാത്രം അറിയാവുന്ന കാര്യമാണത്. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് വെയിറ്റ് ചെയ്യാം. നാളെ GDP ആണ് മാറി നിൽക്കുക ഉറപ്പായിട്ടും. എന്തുകൊണ്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് നാളെ ആയിരിക്കും മാർക്കറ്റിനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏഷ്യൻ സെഷനിലും യൂറോപ്യൻ സെഷനിലും അത് അഫക്റ്റ് ചെയ്യും അതിൻ്റെ ഡിസിഷൻ. അല്ലെങ്കിൽ ഫെഡ് ചെയർ പവൽ പറയുന്ന പല പ്രസ്താവനകളും ഒരുപാട് ചോദ്യങ്ങളുണ്ടാവാം. മീഡിയയുടെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവാം. ആ ചോദ്യങ്ങളിലൊക്കെ ഉത്തരത്തിനനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ആവും. സോ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. സോ എന്തിനാണ് വെറുതെ പോയി സ്റ്റക്കായി പോകുന്നത്? ഈവൻ ചെറിയ ലോട്ട് സൈസ് ആണെങ്കിൽ പോലും നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് എവിടെയും പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ നമുക്ക് തരുന്നില്ല മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു
തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇത്രയും നേരം മുകളിലോട്ട് പോയ ക്യാൻഡിൽ ഒറ്റയടിക്കായിരിക്കും നാളെ ഒരു 10 മണിക്കുള്ള ക്യാൻഡിൽ ചിലപ്പോൾ ഒറ്റയടിക്കായിരിക്കും താഴോട്ട് പോകുന്നത്. സോ ബേസിക്കലി നമുക്ക് ഗോൾഡിനകത്ത് ഇപ്പം ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് ഉറപ്പായിട്ടും. ബേസിക്കലി ഇപ്പോൾ ഈ ട്രേഡ് ഡീലൊക്കെ വരുന്നതിന് ശേഷം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലോട്ട് വരും. ആ അൺസർട്ടനിറ്റി മാറും. അൺസർട്ടനിറ്റി മാറിക്കഴിഞ്ഞാൽ എന്താവും, ഗോൾഡിൻ്റെ പഴയ മൂവ്മെൻറ്റ് ഒരു $30 to $45 അല്ലെങ്കിൽ $45 to $50 മൂവ്മെൻറ്റിലോട്ട് ഗോൾഡ് മാറും. ആ സമയത്ത് ട്രേഡ് ചെയ്യുന്നതല്ലേ നല്ലത്? ഇപ്പോൾ നമ്മളെ ക്യാപിറ്റൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, സോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. വെറുതെ ഗോൾഡിൽ ട്രേഡ് എടുത്ത് വെറുതെ നമ്മളുടെ സമാധാനം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. സമാധാനം കളയാതിരിക്കുക. പല ആൾക്കാരും ഇപ്പോൾ ഉറക്കം പോലും ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നുണ്ട് ഗോൾഡിൽ, എന്നിട്ട് ലോസിലോട്ടും പോകുന്നുണ്ട് പല ആൾക്കാരും. സോ വെറുതെ എന്തിനാണ്? ഇപ്പം ഈവൻ അക്യുറേറ്റ് ആയിട്ടുള്ള പല ട്രേഡേഴ്സിനും കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ ലോസിലായിരുന്നു. ഓക്കെ, അത് ലോസ് അവർ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നതും കൊണ്ടിട്ടൊക്കെ അവർക്ക് വലിയ ലോസില്ല. എനിക്കും ലോസായിരുന്നു. എനിക്ക് 2 സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ ഞാൻ വളരെ ചെറിയ ലോട്ട് സൈസാണ് എടുത്തത്, വളരെ ചെറിയ ലോട്ട് സൈസ്. ഓക്കെ, അതായത് ഒരു ഓൾമോസ്റ്റ് നല്ലൊരു വലിയ അക്കൗണ്ടിൽ പോലും ഒരു 1 ലോട്ട് വരെ എടുക്കാൻ പറ്റുന്ന അക്കൗണ്ടിൽ പോലും ഞാൻ 0.1 ലോട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് $300 ഫസ്റ്റിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. രണ്ടാമത്തെ ട്രേഡിൽ ഞാൻ 0.05 ആണ് എടുത്തത്. അതിനകത്ത് $150 എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതായത് ഞാൻ $30 സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതുകൊണ്ടിട്ടാണ് അത്രയും അടിച്ചത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് സ്റ്റേബിൾ ആവും. ആ സ്റ്റേബിൾ സിറ്റുവേഷനിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഗുണപ്രദം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മളുടെ ക്യാപിറ്റലും പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നെടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതേപോലെ ക്ലാസ്സസിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് വീഡിയോ അയച്ചു കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.